السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله، فاجد يا رسول الله منك برحمتي لعبد أسير بالذنوب مسربل. صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. وصل إلهي كل يوم وليلة على أحمد المختار لمولى الفضائل. صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നതിന് ശേഷം ധാരാളം സ്വലാത്തുകളും സലാമുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളല്ല നാം പറഞ്ഞവരാണ്, കേട്ടവരാണ്. എന്നാൽ എന്തിനാണ് ഇതൊക്കെ നാം പറയുന്നത്? എന്തിനാണ് ഇതിനൊക്കെ സമയങ്ങൾ ചെലവഴിക്കുന്നത്? നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത് എന്ന് നാം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ 1 മുതൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ റബീഉൽ അവ്വൽ 26 ഈ ദിവസങ്ങളിൽ ലോകത്ത് എത്രയോ സദസ്സുകളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ളത്. കണക്കില്ലാത്ത സദസ്സുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്നത്. അത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലായിടങ്ങളിലും വളരെ ഭംഗിയോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ
ആലപിക്കുന്ന പരിശുദ്ധമായ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, കുൽ നബിയേ, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ചും വബിറഹ്മതി അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും നിങ്ങൾ പറയുക. ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ സന്തോഷിക്കട്ടെ. ഫൽയഫ്റഹു, ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസികൾ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടിയ സർവ കാര്യങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമാകുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കൽ. അതുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവുമാണ് രക്ഷപ്പെടുന്നത്. ഒരിക്കലും നമുക്ക് നഷ്ടങ്ങൾ വരുന്നില്ല. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും നിങ്ങൾ പറയുക എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞെങ്കിൽ ആ റഹ്മത്ത് കൊണ്ടുള്ള വിവക്ഷ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മോട് ഉണർത്തുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം എത്രത്തോളം പറഞ്ഞാലും എത്രത്തോളം പുകഴ്ത്തിയാലും ഒരിക്കലും അതിൽ ഒരു നഷ്ടം വരുന്നില്ല. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സൂറത്തുൽ അംബിയാ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സർവ്വലോകർക്കും റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ ലോകത്തിന് അയച്ചിട്ടുള്ളത് റഹ്മത്തായിട്ടാണ്. ആ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കലും പറയലും ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുമിച്ച് കൂടലും അത് മുഅ്മിനായ ഒരു വ്യക്തിയുടെ ഈമാനിന്റെ അടയാളമാണ്, വിശ്വാസത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്, സത്യത്തിലേക്കും നേർവഴിയിലേക്കും ചേർക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കാൾ മഹത്വമുള്ള മറ്റൊരു അനുഗ്രഹവും അല്ലാഹുവിനില്ല എന്ന് മഹാന്മാര് അവരുടെ കിതാബിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫലൈസ ലില്ലാഹി നിഅമത്തുൻ അഅലമു മിൻ ഇർസാലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ദി ഇലൽ ഹഖ് വഇലാ തരീഖി മുസ്തഖീം. ലതായിഫുൽ മആരിഫ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നതാണ് സത്യത്തിലേക്കും നേർവഴിയിലേക്കും ചേർക്കുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കാൾ മഹത്വമുള്ള മറ്റൊരു അനുഗ്രഹവും അല്ലാഹുവിന് ഇല്ല എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ,
നമുക്ക് കിട്ടിയ അനുഗ്രഹം എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ പ്രവാചകൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് തന്നത് അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് സന്തോഷിക്കൽ അത് മുഅ്മിനീങ്ങളുടെ വലിയ അനുഗ്രഹങ്ങളാണ്. സൂറത്തുൽ ദുഹ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം താങ്കൾ എടുത്തു പറയണം നബിയെ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞെങ്കിൽ അതാണ് നമ്മളും ചെയ്യുന്നത്. നമ്മുടെ നേതാവിനെ നാം ഇങ്ങനെ ഓർക്കുന്നു, ആ അനുഗ്രഹത്തെ നാം എടുത്തു പറയുന്നു. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണത്. അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഒരു ദിവസങ്ങളിൽ പല ഭാഗങ്ങളിലായി, പല മഹല്ലുകളിലായി, പല കുടുംബങ്ങളിലായി, പല കോളേജുകളിലായി, പല ദീനി കലാലയങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകീർത്തനങ്ങൾ, റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ കിട്ടുന്ന നേട്ടം എന്റെ പ്രിയപ്പെട്ടവരെ വലിയ നേട്ടങ്ങളാണ്, നമ്മുടെ ജീവിതത്തിന്റെ വലിയ സന്തോഷങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും അത്തരം സദസ്സുകളെ നാം നിസാരവൽക്കരിക്കാൻ പാടില്ല, ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെയൊക്കെ നാം ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ വിഷയം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ആഖിബത്ത് പോലും മോശമായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ല, മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ ബഹുമാനിക്കുകയും വകാന സബബൻ ലിഖിറാഅതിഹി, മൗലിദ് പാരായണത്തിന് കാരണക്കാരനാവുകയും ചെയ്തു കഴിഞ്ഞാൽ ലാ യഖ്റുജു മിനദ് ദുനിയ, ആ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല, ഇല്ലാ ബിൽ ഈമാനി, ഈമാനോട് കൂടെയല്ലാതെ ദുനിയാവിൽ നിന്ന് ആ മനുഷ്യൻ യാത്രയാവുകയില്ല. അതുമാത്രമല്ല വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബിൻ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു പറയുകയാണ്, വിചാരണ കൂടാതെ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. ആരാ പഠിപ്പിക്കുന്നത്? ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട മഹത്തുക്കളാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനും റസൂലുള്ളാഹിയുടെ പേരിലുള്ള സ്വലാത്തിനും നാം സമയങ്ങൾ കണ്ടെത്തുകയും അതിനുവേണ്ടി സമയങ്ങൾ ഒരുക്കുകയും സദസ്സുകളൊക്കെ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ കൂലിയാണ്. ആ മനുഷ്യനെ ഈമാനോടുകൂടി തന്നെയാണ് മരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഹിസാബുമില്ലാതെ അവിടെ ഒരു ഹിസാബും കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഏത് കർമ്മമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏതാണ് നമുക്കൊന്ന് എടുത്തു പറയാൻ പറ്റുമോ? ഒരേ ഒരു ഇബാദത്തുള്ളൂ, ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്, ഹബീബായ തങ്ങളുടെ പേരിലുള്ള മൗലിദിന്, അവിടത്തേക്ക് വേണ്ടി എന്തു ചെയ്യുന്നുവോ അതൊരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണല്ലോ. ആ മദ്ഹബ് അനുസരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ മറ്റുള്ളതായ കർമ്മപരമായ ഓരോ ഇബാദത്തുകളും ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിനെ അവലംബിച്ച് ശാഫിഈ മദ്ഹബ് അനുസരിച്ചല്ലേ
കേരളത്തിലുള്ള ഭൂരിഭാഗം മുസ്ലിമീങ്ങളും അമൽ ചെയ്യുന്നത്. എന്നാൽ ആ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്വാലിഹീന വയകൂനു ഫീ ജന്നാത്തിൻ നഈം. ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നതെന്ന് ഒരാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന് വേണ്ടി കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടുകയും ഭക്ഷണം ഒരുക്കുകയും സ്ഥലം മാറ്റി നിർത്തുകയും നന്മകൾ പ്രവർത്തിക്കുകയും മൗലിദ് പാരായണത്തിന് അവൻ കാരണക്കാരനാവുകയും ചെയ്തു കഴിഞ്ഞാൽ മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഅസല്ലാഹു യൗമൽ ഖിയാമ മഅസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്വാലിഹീൻ. ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അന്ത്യനാളിൽ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പം അവനെ അല്ലാഹു അയക്കുകയും അതുമാത്രമല്ല വയകൂനു ഫീ ജന്നാത്തിൻ നഈം, അവൻ സ്വർഗത്തിലെത്തുകയും ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രിയപ്പെട്ട മുസ്ലിമേ, നാം എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്ക് റഹ്മത്തായിട്ട് നൽകിയ നമ്മുടെ റസൂലുള്ളാഹിയുടെ പേരിൽ ഞാനും നിങ്ങളും അങ്ങനെ ഒരുമിച്ച് കൂടുകയും സ്വലാത്ത് ചൊല്ലുകയും അതിനുള്ളതായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ നാളെ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്വർഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്. അതിലപ്പുറം നമുക്കൊന്നുമില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാര് ഈ സദസ്സുകളെ കുറിച്ചുള്ള വലിയ മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ ആകട്ടെ, ഒരാൾ നാണയങ്ങളിൽ വെച്ച് മൗലിദ് പാരായണം ചെയ്യുകയും മറ്റു ദിർഹമുകളുമായി അതിനെ കൂട്ടിക്കലർത്തുകയും ചെയ്താൽ അതിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. വഖഅത്ത് ഫീ അൽ ബറക്കത്തു വലാ യഫ്തഖിറു സായിബുഹാ വലാ തഫറഉ യദുഹു ബിബറക്കത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയുന്നത്? പരിശുദ്ധമായ ഖുർആനിന് വലിയ വ്യാഖ്യാനം എഴുതിയ ഇമാമുൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ സദസ്സിലുണ്ടല്ലോ, അത് പാരായണം ചെയ്യുന്ന സദസ്സിൽ അല്പം ദിർഹം അത് വെക്കുകയും അതിനെ കൂട്ടിക്കലർത്തുകയും ചെയ്താൽ അതിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. അതിന്റെ അവകാശി ഒരിക്കലും ഫക്കീറായി തീരുകയില്ല. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വലിയ വിശദീകരണം എഴുതിയ മഹാനായ ഇമാമുന ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അതിന്റെ അവകാശി ഒരിക്കലും ഫക്കീറാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് അവന്റെ കൈ കാലിയാവുകയില്ല. വലാ തഫറഉ യദുഹു ബിബറക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് അവന്റെ കൈ കാലിയാകുകയില്ല. അതാണ് വലിയ കൂലി. റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഗുണങ്ങളാണത്. നാം അതിനുവേണ്ടി എത്ര സമ്പത്തുകൾ ചെലവഴിച്ചോ, നാം ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിയെറിയാൻ നമുക്കാർക്കെങ്കിലും വലിയ മടിയുണ്ടോ?
ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന സദസ്സ്, അതിലേക്ക് നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിഭവങ്ങളാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ അവതരിപ്പിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ള ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? വലാ തഫ്റഉ യദഉ ബിബറകത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവന്റെ കൈ കാലിയാവുകയില്ല എന്നാണ്. കൊടുക്കണം. നമ്മൾ നല്ല മനസ്സോടുകൂടി അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഫുട്ബോൾ കളിക്ക് നമ്മോട് വന്ന് അതിന്റെ കമ്മിറ്റിക്കാര് വന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഞാനും നിങ്ങൾ 25,000 50,000 വേണ്ട, എന്റെ വക ഇത്ര ട്രോഫി. കാരണം എന്താ? അവിടെ നമ്മുടെ പേര് ഒരു ട്രോഫിയുടെ അടിയിൽ സ്പോൺസർ ചെയ്തത് ആരാണ്? ആ വ്യക്തിയെ കുറിച്ച് വരും. പക്ഷേ റസൂലുള്ളാഹിന് ചെലവഴിക്കുമ്പോൾ അവിടെ സ്പോൺസർ ഒന്നുമില്ല. അവിടെ എന്താ? കൂലി ആഖിറത്തിലാണ്. ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ മുത്തുനബിക്ക് വേണ്ടി നീ ചെലവഴിച്ച ഓരോ ദിർഹമുകളും അല്ലാഹുവിന്റെ കോട്ടിൽ അത് നിനക്ക് സാക്ഷിയാവുകയാണ്. അല്ലാഹു നന്മ മനസ്സിലാക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഇമാം റാസി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, മാ മിൻ ശഖ്സിൻ ഖറഅ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മിൽഇൻ ഔ ബുർരിൻ ഔ ശൈഇൻ ആഖറ മിനൽ മഅഖൂലാത്തി ഇല്ലാ ളഹറത് ഫീഹിൽ ബറകതു വഫീ കുല്ലി ശൈഇൻ. ഒരാൾ ഉപ്പിലോ ഗോതമ്പിലോ മറ്റു ഭക്ഷണ സാധനങ്ങളിലോ വെച്ച് മൗലിദ് പാരായണം ചെയ്താൽ അതിലും മുഴുവൻ വസ്തുക്കളിലും ബറക്കത്തുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ, പഴയ കാലങ്ങളിൽ നമ്മുടെ ഉപ്പമാര്, നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ എന്തെങ്കിലും ഒരു തബറുക്ക് നമ്മുടെ മൗലിദിന്റെ സദസ്സിൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ആ സദസ്സിൽ കൊണ്ടുപോയി വെക്കും. എന്തിനാണ്? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വിഷയം നാം മനസ്സിലാക്കണം. ആ സദസ്സിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുകയും റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുകയും അങ്ങനെ ചെയ്യുമ്പോൾ ആ സദസ്സിൽ നാം വെച്ചിട്ടുള്ള ആ ഭക്ഷണ സാധനങ്ങളിൽ വലിയ ബറക്കത്താണ്. ആ ബറക്കത്ത് നേടിക്കൊണ്ട് അത് കഴിച്ചുകൊണ്ട് രോഗശമനം തേടിയവർ നമ്മുടെ മുൻഗാമികളില്ലേ. അതൊക്കെ ഒന്ന് പഴഞ്ചനാണല്ലേ, അതൊക്കെ ഒന്ന് പഴഞ്ചനാണ്. ഇന്ന് നമുക്ക് സമ്പത്തും അധികാരങ്ങളും എല്ലാം കൂടിയപ്പോൾ അതൊക്കെ പഴഞ്ചനായി മാറി. ഒരിക്കലും പഴഞ്ചനല്ല. അതാണ് ഏറ്റവും പുതിയത്. ഡിജിറ്റൽ സംവിധാനം അത് തന്നെയാണ്. നാം ഓർക്കണം, നമുക്ക് രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ രോഗം കണ്ടുപിടിച്ചില്ല, എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒരു കംപ്ലൈന്റും ഇല്ല, അസുഖങ്ങൾക്കാണെങ്കിൽ ഒരു കുറവുമില്ല. അവസാനം പള്ളിയിലെ ഉസ്താദിനോട് ഓടി വരുന്നു, വെള്ളം മന്ത്രിച്ച് ആദ്യത്തെ പോയി ആദ്യത്തെ വെള്ളം മന്ത്രിക്കൂലേ, അല്ലെ ആദ്യം റാത്തി വയ്ക്കൂലേ? നമ്മളെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് ലക്ഷങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ മുടക്കി എല്ലാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല, ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴത്തേക്കും പാപ്പ ഓടി വന്ന് പള്ളിയിലേക്ക് ഉസ്താദെ വെള്ളം മന്ത്രിച്ചു. അവിടെ അമൃതയിൽ പോയി, രാജഗിരി പോയി, ആസ്റ്റലിൽ പോയി, ഡിജിറ്റൽ ടെസ്റ്റുകളൊക്കെ നടത്തി, എല്ലാം നടത്തിയിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല ഉസ്താദെ. ഉസ്താദ് വെള്ളം മന്ത്രിച്ചേനെ, അല്ലെങ്കിൽ ചരട് മന്ത്രിച്ചേനെ, അല്ലെ ഉപ്പ് മന്ത്രിച്ചേനെ, മന്ത്രിച്ചു കൊടുത്തു. അടുത്ത വക്കത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് പറയാണ് അൽഹംദുലില്ലാ ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ. ഈ വിശ്വാസവും ഈ ഈമാനും ആദ്യം ഇവിടെ പോയി. പക്ഷെ നമ്മൾക്ക് അധികാരങ്ങളും നമ്മുടെ കൽബിലുള്ള ഫഖ്റ്, കിബറും ധിക്കാരവും നമ്മുടെ കൽബിലേക്ക് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയതകളോട് നമുക്ക് വളരെ പുച്ഛമാണ്. അതിന്റെയൊക്കെ ഭവിഷ്യത്താണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾക്കൊരു കാര്യത്തിന് വേണ്ടി
നമ്മുടെ പള്ളി നടക്കുന്ന മൗലിദിലാണെങ്കിലും ഒരു ചെറിയ ഹദിയ ചോദിച്ചു തരുമ്പോൾ എന്തിനാ ആൾക്കാർക്ക് ചോദിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? നമ്മുടെ ചോദ്യം. എന്റെ മുഅ്മിനീങ്ങളെ, ധാരാളം ഹദീസ് മഹാന്മാര് അവിടെ നിന്ന് വിവരിക്കുന്നുണ്ട്. മൻ ഹയ്യ തുആമൻ ലിഅജ്ലി ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖറഹി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? ഒരാൾ നബിയുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി അവൻ ഇങ്ങനെ എത്ര ഭക്ഷണങ്ങൾ വാരിക്കോരി കൊടുത്താലും അതിലൊരു കുറവും വരുന്നില്ല. അതിന്റെ ഏറ്റവും ഫലം കിട്ടുന്നത് എവിടെയാണ്? നാളെ ഒറ്റപ്പെടുന്ന ഖബറിലാണ്, നാളെ മഹ്ശറയിലാണ്. ആ മനുഷ്യന് ഇല്ലിയ്യീൻ എന്ന് പറയുന്ന ഉയർന്ന സ്ഥാനം കൊണ്ട് അള്ളാഹു അവരെ അലങ്കരിക്കുമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങളുമായിട്ട് നാം ബന്ധപ്പെടണം. നമ്മുടെ പൂർവികരുടെ ആ ഈമാനിലേക്ക് നാം മടങ്ങണം. അവർ കാണിച്ചു തന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കണം. ഇന്നലകളിൽ കടന്നു വന്ന ഏതെങ്കിലും വിദഗ്ധകാരൻ പറയുന്നതല്ല നാം ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പിതാവ്, ആ പിതാവിന്റെ പിതാവ്, ആ തലമുറകളിലേക്ക് നാം പോകണം. അവരെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? ആ മാതൃകയിലൂടെ നാം പിൻപറ്റുമ്പോൾ ഒരുപാട് നന്മകളാണ് നമുക്ക് കിട്ടുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു മഹാൻ പറഞ്ഞ ഒരു ഹദീസ് കാണാം. ഫഖദ് ഖസദ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന ലിഅന്നഹു മാ ഖസദ ദാലിക ഇല്ലാ ലിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മൗലിദ് പാരായണം ചെയ്യപ്പെടുന്ന സദസ്സ് ലക്ഷ്യം ചെയ്യാൻ സ്വർഗത്തോപ്പാണ് ലക്ഷ്യം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മൗലിദ് പാരായണം ചെയ്യപ്പെടുന്ന സദസ്സ് ലക്ഷ്യം വെച്ചവന് സ്വർഗത്തോപ്പാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ലാതെ അവൻ ആ സ്ഥലം ലക്ഷ്യം വെക്കുകയില്ല. സത്യല്ലേ? ഒരു സദസ്സിലേക്ക്, ഒരു നല്ല ഒരു മൗലിദിന്റെ ദിക്റിന്റെ സദസ്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള മഹബ്ബത്തുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, ലി മഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സ്നേഹത്തിന്റെ പേരിലല്ലാതെ അവൻ ആ സ്ഥലം ലക്ഷ്യം വെക്കുകയില്ല. തീർച്ചയാണ്, നാം ഒരു സ്ഥലത്ത്, ഒരു കളിസ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ കളിയുമായിട്ട് നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഇഷ്ടം വേണം. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ കളിസ്ഥലത്തേക്ക് പോകില്ല. ഒരു ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ടൂർ പോകണമെങ്കിൽ ആ സ്ഥലത്തോട് എന്ത് വേണം? ഇഷ്ടം വേണം. എന്നതുപോലെ റസൂലുള്ളാഹിയുടെ ആ സദസ്സ്, ആ മൗലിദിന്റെ സദസ്സ്, സ്വലാത്തിന്റെ സദസ്സ്, അതിലേക്ക് നാം പോകണമെങ്കിൽ നമ്മുടെ കൽബിൽ ആരോട് മഹബ്ബത്ത് വേണം? റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വേണം. മഹബ്ബത്ത് ഉണ്ടാകുമ്പോഴാണ് നാം അതിലേക്ക് കടക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. നാം സമയങ്ങൾ കഴിഞ്ഞുപോയി നമ്മുടെ മുന്നിൽ. കാരണം റബീഉൽ അവ്വൽ തീരാറായി. റസൂലുള്ളാഹിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ 1500 വസന്തത്തിൽ നാം എത്ര പേര് ഒരു 1000 സ്വലാത്തുകൾ ചൊല്ലി റസൂലുള്ളാഹിയുടെ പേരിൽ, ഒരു 10,000 സ്വലാത്ത് ചൊല്ലി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടന്നു. എന്നാൽ ഇതിനൊക്കെ ഓടി നടക്കാനും അതിനൊക്കെ സമയങ്ങൾ ചെലവഴിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ നമുക്ക് മുന്നിൽ നിന്ന് നയിച്ചത്. ആ മുത്ത് നബിയെ ഓർക്കാനോ അതിന് സമയം ചെലവഴിക്കാനോ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ആ വലിയ നാശക്കാരാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു വീട്ടിലോ പള്ളിയിലോ മഹല്ലിലോ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള മൗലിദ് പാരായണം ചെയ്താൽ അവയെ മലക്കുകൾ പൊതിയുന്നതാണ്. ഇല്ലാ ഹഫത്തിൽ മലായികതു ദാലിക്കൽ ബൈത അബിൽ മസ്ജിദ അബിൽ മഹല്ലത വസല്ലത്തിൽ മലായികതു അലാ അഹ്ലി ദാലിക്കൽ മകാൻ. കേട്ടോ, നമ്മുടെ മദനിയ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന മൗലിദാണെങ്കിലും ഇന്ന് ഇപ്പോൾ പള്ളിക്കവല മുല്ലമ്പടി
ആ ഭാഗത്ത് നടക്കുന്ന മദ്ഹു റസൂലിന്റെ മൗലിദിന്റെ സദസ്സാണെങ്കിലും ഇവിടെയൊക്കെ നാം അതിനുവേണ്ടി നാം ചെലവഴിക്കുകയും അതുമായി ബന്ധപ്പെടുക സദസ്സിൽ പോയി പങ്കെടുക്കുമ്പോഴും അവിടെ വസല്ലത്തിൽ മലായികത്തു അലാ അഹ്ലി ദാലിക്കൽ മകാൻ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതെന്താ? ആ മൗലിദ് പാരായണം ചെയ്താൽ അവരെ മലക്കുകൾ ഇങ്ങനെ കൊതിയുന്നതാണ്, നമ്മളിങ്ങനെ മലക്കുകൾ കൊതിയുന്നതാണ്. അത് മാത്രമല്ല അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ടും തൃപ്തി കൊണ്ടും അവരെ മൂടുകയും ചെയ്യുന്നതാണ് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളൊക്കെയായി നമ്മൾ ബന്ധപ്പെടുകയും അതിനുവേണ്ടിയുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് നല്ല വാക്കുകളെ കൊണ്ട് നമ്മൾ മടക്കി വിടണം. ഇത് മുത്തുനബിക്ക് വേണ്ടിയാണ്. എല്ലാ പ്രവാചകന്മാരും നാളെ കൈയൊഴിയുമ്പോൾ നമ്മെ ഏറ്റെടുക്കാൻ ഒരേ ഒരു നേതാവുള്ളൂ. ആരാ? മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാതെ. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്തിൽ കൊടുത്താലും അത് ഒരിക്കലും കുറവ് വരുന്നില്ല, അതിൽ വർധനമില്ലാതെ ഒരിക്കലും ചുരുക്കം വരികയില്ല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ എറണാകുളം ജില്ലയില് എവിടെയൊക്കെ എത്രയോ സ്ഥലങ്ങളിലാണ് രണ്ട് മൗലിദ്, ഹുബ്ബുർ റസൂലും മദ്ഹു റസൂലും മഹബ്ബത്തു റസൂലും റിസാലത്തുൻ നബിയും ഇങ്ങനെ തുടങ്ങി കണക്കില്ലാതെ ചവറ് കണക്കിന്. എന്തിനാ? പേരിനോ പ്രസക്തിക്കോ വേണ്ടിയല്ല. ആ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു കാരണത്താൽ ചിലപ്പോൾ നമ്മുടെ ആക്തിപത്ത് നന്നാകാനും സ്വർഗത്തിൽ പ്രവേശനം കിട്ടാൻ അത് മതി. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ഓടി നടന്നാലും ഒരിക്കലും നഷ്ടം വരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.